അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ട ഒരു വലിയ ബന്ധമായിരുന്നു ട്രംപും ഇലോൺ മസ്കുമായിട്ടുള്ള. ഈ ഒരു കൂട്ടുകെട്ടായിരിക്കും ഇനിയിപ്പോൾ ലോകത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ള രീതി. ഇപ്പോൾ ഇതാ മാസങ്ങൾ പിന്നിട്ടില്ല, അതിനു മുമ്പ് ഈ ബന്ധം തകർന്ന് തരിപ്പണമാവുകയും പരസ്പരം വെല്ലുവിളിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ട്രംപും മസ്കും രണ്ട് വഴിയിലേക്കാണ്. ഇരുമയാണെങ്കിലും നമ്മൾ ഒറ്റ കരളല്ലേ എന്നുള്ള പാട്ട് അനുസ്മരിപ്പിക്കും വിധമായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പും അതിനേറെക്കാലം കഴിഞ്ഞും ഇവർ തമ്മിലുള്ള ആത്മബന്ധം. നമ്മുടെ ദളപതി എന്നൊക്കെ പറയുന്നു, ദളപതി ഇവരെ പോലെ രാമലക്ഷ്മണന്മാരെ പോലെ വലിയൊരു ശംഭു നിശുംഭന്മാരെ പോലെ ഒക്കെയുള്ള ഒരു വലിയ ബന്ധമായിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്നത്. വലിയ തരത്തിലുള്ള രണ്ട് ജനറേഷൻ്റെ പ്രോഡക്റ്റുകളാണ്. ട്രംപ് എന്ന് പറയുന്നത് പഴയ ജനറേഷനാണ്, ഇദ്ദേഹം ഇലോൺ മസ്ക് എന്ന് പറയുന്നത് പുതിയ ജനറേഷൻ്റെ പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റുകളും ചേർന്ന് അമേരിക്കയെ എങ്ങനെ നമ്പർ 1 ആക്കാം എന്നുള്ളൊരു ശ്രമം കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പും അതിനുശേഷം ഉണ്ടായിട്ടുള്ള പരിഷ്കാരങ്ങളുമൊക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെ സ്റ്റാഫിനെ കട്ട് ചെയ്യാം എന്നുള്ള ദൗത്യം ഏൽപ്പിച്ചത് ഇലോൺ മസ്കിനെയാണ്. അപ്പോൾ അത് വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്തു അദ്ദേഹം. ഇത്രയും സ്റ്റാഫിൻ്റെ ആവശ്യമില്ല, അങ്ങനെയാണല്ലോ സ്വകാര്യ സ്ഥാപനങ്ങളുടെ എണ്ണം വളരെ കുറവാണല്ലോ. സ്റ്റാഫിൻ്റെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് മിനിമം സ്റ്റാഫിനെ കൊണ്ട് പ്രവർത്തിക്കുക, അവരെ ഇട്ട് പണി ചെയ്യിപ്പിക്കുക. മലയാള മനോരമ പറഞ്ഞു തന്നിരിക്കുക, ഫർഗൂസൺ കമ്പനിയെ കൊണ്ടാണ് അവരുടെ നയപര മാനേജ്മെൻറ്റ് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ആ കമ്പനി പറഞ്ഞിരിക്കുന്നത് സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കുക, ഉള്ളവരെ കൊണ്ട് ചിരട്ട പിഴിയുന്ന പോലെ തന്നെ പിഴിഞ്ഞ് എടുക്കുക. അതാണിപ്പോൾ മനോരമ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, അവരുടെ മാനേജ്മെൻറ്റ് ഞങ്ങൾക്കിടത്ത ക്ലാസ്സിൽ പറഞ്ഞിരുന്ന കാര്യം. ചിരട്ട ഫർഗൂസൺ കമ്പനിയാണ്, അപ്പോൾ വെസ്റ്റേൺ സ്റ്റൈൽ മാനേജ്മെൻറ്റാണ്. അപ്പോൾ പരമാവധി പിഴിഞ്ഞ് അവരെ കൊണ്ട് എടുപ്പിക്കുക, അവർക്ക് മാക്സിമം ശമ്പളവും കൊടുക്കുക. കാരണം 10 പേർക്ക് കൊടുക്കാനുള്ള ശമ്പളത്തിൻ്റെ 1/3 മതിയല്ലോ 3 പേർക്കാവുമ്പോൾ. അവർ പരമാവധി ശമ്പളം കൊടുക്കുക, എന്നിട്ട് 10 പേരുടെ പണി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതാണ് മോഡേൺ മാനേജ്മെൻറ്റ് തന്ത്രം. ആ രീതിയിലേക്ക് മസ്ക് നടപടി സ്വീകരിച്ചു. ആ നടപടി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ ഇത് കഴിഞ്ഞ ഉടനെ മസ്കിൻ്റെ അനുവാദമില്ലാതെ, അല്ല മസ്കിൻ്റെ യാതൊരു വിധമായ പിന്തുണയും ഇല്ലാതെ ടാക്സിൻ്റെ ഒരു ബില്ല് കൊണ്ടുവന്ന് ട്രംപ് ആരാ മോയെ, ഇതിപ്പോൾ ചിലവ് കുറഞ്ഞു, കാര്യം ശരി, അതുകൊണ്ട് ഇത്ര നഷ്ടമേ വരും, അവരുടെ കുടുംബങ്ങൾ മാത്രമേ വോട്ട് ചെയ്യാതിരിക്കൂ. പക്ഷേ ടാക്സ് എന്ന് പറയുന്ന അമേരിക്കക്കാർ, ടാക്സ് റിജീം എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ബേർഡനാണ്, വലിയൊരു ഭാരമാണ്. ഇപ്പോൾ ടാക്സ് ആര് കുറയ്ക്കുമോ അവരെ വോട്ട് ചെയ്യും. നമ്മുടെ രാജ്യത്ത് ഫ്രീബീസ് ആര് കൊടുക്കുന്നോ അവർക്ക് വോട്ട് ചെയ്യും എന്ന് പറയുന്ന പോലെ. അപ്പോൾ ട്രംപ് ഒരു ടാക്സ് കട്ടങ്ങ് ഏർപ്പെടുത്തി. ഇത് ആശയക്കുഴപ്പത്തിലാക്കി മസ്കിനെ. താൻ മൂലം എന്തെല്ലാം ലാഭം ഈ അമേരിക്കയ്ക്ക് ഉണ്ടാവുന്നു, ആ ലാഭം മുഴുവൻ മുടിക്കുന്ന തരത്തിലാണ് ഈ ടാക്സ് കട്ട് ചെയ്തത്. ഈ ഒരു നയപരമായ പ്രശ്നത്തെ തുടർന്നാണ് ഇരുവരും തമ്മിലൊരു ജഗള അവിടെ പൊട്ടി പുറപ്പെട്ടത്. അപ്പോൾ അതിൽ മസ്ക് ഞാൻ രാജിവെക്കുകയാണെന്ന് നേരത്തെ മാന്യമായിട്ട് അറിയിച്ചു. അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്നൊരു നിലപാട് തന്നെയാണ് ട്രംപ് എടുത്തത്. അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമൊന്നും നടത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മസ്ക ഒരു ലൈംഗിക അപവാദ കേസുണ്ട്. ആ കേസിൽ ട്രംപ് പങ്കാളിയാണ് എന്ന് അദ്ദേഹം ശക്തമായിട്ട് ആരോപണം ഉന്നയിച്ചു. ഒരുപക്ഷെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ആളുകൾ ഉന്നയിക്കുന്ന പോലെ ഒരു ആരോപണം ഒരു റിപ്പബ്ലിക്കനായിട്ടുള്ള മസ്ക് മറ്റൊരു റിപ്പബ്ലിക്കനായിട്ടുള്ള ട്രംപിനെതിരെ ഉന്നയിച്ചു. സംഗതി വളരെ വഷളായി. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ വഷളായതുകൊണ്ടാണ്. പി വി അൻവറും പിണറായി വിജയനും പോലായി. ഇവിടെ പി വി അൻവർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇലോൺ മസ്കാണ്. ആ രീതിയിലായി രംഗം അങ്ങ് വഷളായി കഴിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞ ഒറ്റയടിക്ക് മസ്കിനെ ഇരുത്തി. ഇവിടെ ട്രംപ് പറഞ്ഞത് എന്താണെന്നറിയോ? ട്രംപിൻ്റെ വ്യവസായങ്ങൾക്ക് പല ഇളവുകളും കൊടുക്കുന്നുണ്ട്. മസ്കിൻ്റെ അവിടുത്തെ സ്പേസ് എക്സ് വരെ ഉണ്ടല്ലോ, ആ സെക്സ് അല്ല സ്പേസ് എക്സ് അതുവരെ ഉണ്ടല്ലോ, അതിനൊക്കെ വലിയ ആനുകൂല്യങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത് ട്രംപ്. അപ്പോൾ ടാക്സ് കുറയ്ക്കരുതെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നിൻ്റെ ഈ കമ്പനികൾക്കുള്ള ടാക്സ് ഞാൻ കൂട്ടാൻ പോകും. അപ്പോൾ നീ വിവരം അറിയുമല്ലോ, ടാക്സ് റെഷീം, ടാക്സ് ആളുകൾക്കുള്ള ടാക്സ്, വ്യവസായങ്ങൾക്കുള്ള ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ കുറച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ നീ എന്നെ എതിർത്തു. ഇനി നിൻ്റെ വ്യവസായങ്ങൾക്ക് ഞാൻ ടാക്സ് ഇതുവരെ തന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ ഇല്ലാതാക്കാൻ പോകും. ഇതോടുകൂടി മസ്ക് വഴങ്ങുകയും ലൈംഗിക ആരോപണ കേസിൽ ഇദ്ദേഹം പ്രതിയല്ല എന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ട്രംപുമായിട്ട് അടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ട്രംപ് ഒട്ടും വഴങ്ങുന്നില്ല. ഇനി മസ്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് ട്രംപ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇനി ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്കാണ് നീ പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിവരം അറിയിക്കുന്നു, വിട്ടുകൊടുക്കുന്നു. അങ്ങനെയാണ് ആ ട്രംപിൻ്റെ ഈ ട്രേഡ് വാർ എന്ന് പറയുന്ന പോലെ ഇത്തരം വാർ ആനുകൂല്യങ്ങൾ കുറയ്ക്കും, നേരിട്ടങ്ങ് പറയുക, അല്ലാതെ നയപരമായിട്ടുള്ള വാദങ്ങളോ പ്രതിവാദങ്ങളോ ഒന്നുമല്ല, നേരെ അങ്ങ് പറയുക. അങ്ങനെ ഈ വരുതിക്ക് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് തൽക്കാലം. മസ്കിനെയും മിക്കവാറും അദ്ദേഹത്തിന് വമ്പിച്ച നഷ്ടമാണ്, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. അതിനോട് ഇടയ്ക്ക് മസ്കിനോട് പറഞ്ഞിട്ടുണ്ട്, മറ്റേ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്ക് ഫണ്ട് നൽകിക്കഴിഞ്ഞാൽ വലിയ ഗുരുതരമായ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞാൽ പൊളിക്കും. ഈ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പവർ അവർക്ക് ഫണ്ട് നൽകിക്കൊണ്ട് മറ്റു ചില നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. പ്രസിഡന്റിന് അങ്ങനെ അധികാരമുണ്ട്. കോൺഗ്രസിൻ്റെയോ സെനറ്റിൻ്റെയോ അംഗീകാരം ഇല്ലാതെ തന്നെ നടപടികൾ എടുക്കാം. അതങ്ങ് കുറയ്ക്കാൻ, കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കും. അതങ്ങനെ തന്നെയാണ്, അത് പ്രസിഡൻഷ്യൽ അധികാരത്തിൽപ്പെട്ടതാണ്. അതങ്ങനെ തന്നെ ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം എന്നറിയാം. ആ പ്രസിഡന്റിന്റെ സൗജന്യത്തിൽ മാത്രമേ ഇവിടെ വ്യവസായങ്ങൾ നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അത് ബജറ്റ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ എതിരാളികളായ ഡെമോക്രാറ്റുകൾക്ക് പണം നൽകിയാൽ എന്നാണ് പറയുന്നത്. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് മസ്കിന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് പാർലമെന്റിൽ ഇത് വരും. ഇത് ടാക്സ് ബില്ലാണ്. ബില്ലാവുമ്പോൾ ആക്ട് ആക്കണമെങ്കിൽ പാർലമെന്റ് പാസ്സാക്കണം. പ്രസിഡന്റ് അധികാരത്തിൽ പറ്റില്ല, ഇത് നയപരമായ മാറ്റമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ വോട്ടിടുമ്പോൾ ഇയാളുടെ പണം ഇഷ്ടം പോലെ ഉണ്ട് മസ്കിൻ്റെ കയ്യിൽ. പണം കൊടുത്തുകൊണ്ട് ഡെമോക്രാറ്റുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു സ്ഥിതി വന്ന്, ഇത് തോൽപ്പിക്കുക എന്നുള്ള ഒരു സ്ഥിതി വന്ന് ചിലപ്പോൾ ആ പണം കൊണ്ട് അങ്ങനെ അവിടുത്തെ ജനാധിപത്യത്തിൻ്റെ വില എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ധനാധിപത്യമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പണം കൊടുത്ത് വേണമെങ്കിൽ അവിടുത്തെ സെനറ്റർമാരെ മാറ്റാം, കോൺഗ്രസ്മെന്നെ മാറ്റാം എന്നാണ് ഇത് തെളിയിക്കുന്നത്. അങ്ങനെ മാറ്റാൻ ശ്രമിച്ചാൽ നിനക്ക് കടുത്ത ശിക്ഷ നൽകും. കോടതി പോയുള്ള ശിക്ഷയല്ലത്, വ്യവസായം നടത്തുന്നുണ്ടല്ലോ, ഇത് അമേരിക്കയെ വേണമല്ലോ, അതിന് ഞാൻ വേണ്ട നടപടി സ്വീകരിക്കും എന്നാണ്. ഇനി ഇപ്പോൾ മസ്ക് വേറെ വിദേശ രാജ്യത്ത് പോയി ആ വ്യവസായം നടത്തുകയാണ് ഇരിക്കട്ടെ. ആ വ്യവസായം നടത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പർച്ചേസർ എന്ന് പറയുന്നതും അതിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരായിരിക്കും. ഇതുമായിട്ട് അമേരിക്കയ്ക്ക് അയക്കണം, എങ്കിലേ മസ്കിന് പണം കിട്ടും. അവിടെ ചെല്ലുമ്പോൾ ചുങ്കം ഏർപ്പെടുത്തും. മനസ്സിലായോ പറഞ്ഞാൽ? ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആ സാധനങ്ങൾ വാങ്ങിക്കാൻ ആളില്ലാതാവും. അമേരിക്കയിൽ ഇതിൻ്റെ പ്രോഡക്റ്റിന് തകർന്നു പോകും. മസ്കിനെ പോലെ വലിയൊരു കോടീശ്വരനായിട്ടുള്ള, ശതകോടീശ്വരനായിട്ടുള്ള ആൾ ഇൻഡസ്ട്രി അങ്ങനെ തകർക്കാൻ ഒരു പ്രസിഡൻറ്റ് വിചാരിച്ചാൽ തൽക്കാലം കഴിയും. പിന്നെ അദ്ദേഹത്തിന് അവിടെ ഫെഡറൽ കോടതിയിലൊക്കെ പോയിട്ട്, ഫെഡറൽ വ്യാപാര കോടതി ഇപ്പോൾ പോയിട്ട് വാദിക്കാനുമൊക്കെ പറ്റും. അത് പിന്നത്തെ കാര്യം. തൽക്കാലികം തകരുക തന്നെയാണ് ചെയ്യുന്നത്. അത് ഒരുങ്ങനൊരു ഭവിഷ്യത്തുള്ളത് കൊണ്ട് മിക്കവാറും മസ്ക് ട്രംപിൻ്റെ വഴിയിലേക്ക് വീണ്ടും തിരിച്ചു വരാനാണ്. കാരണം സാമ്പത്തികമാണല്ലോ താല്പര്യം. ട്രംപിന് ആ താല്പര്യമില്ല. ട്രംപിന് അമേരിക്ക നമ്പർ 1 ആവണമെന്നേ ഉള്ളൂ. ഇദ്ദേഹത്തിന് സാമ്പത്തിക താല്പര്യമുള്ളതുകൊണ്ട് നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. പൊളിറ്റിക്സ് കളിച്ചിട്ട് ആരും സാധാരണഗതിയിൽ തൻ്റെ ഈ സമ്പത്തും വ്യവസായവും തകരാൻ അനുവദിക്കാറില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ വ്യവസായികളും രാഷ്ട്രീയക്കാർക്ക് കലവറയില്ലാതെ ഫണ്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലും അങ്ങനെ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.